അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോസിലൊക്കെ പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയ പോയിന്റുകളൊക്കെ ഒരൊറ്റ ചെറിയ ബുക്കിൽ കിട്ടും. നമ്മൾ ഈ ബുക്ക് ഫുള്ള് വായിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ടൈം എടുക്കും. കാരണം ആ ഒരു മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന മാർക്കാണ്. അപ്പം ഒരേ ടൈപ്പാണ് അതിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ടോ. എല്ലാതും നമ്മൾ തറവായിട്ട് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇടുവോ, പെട്ടെന്ന് ഇടുവോ, ഹെൽപ്ഫുൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബേസിലാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. സോ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് രണ്ടിൻ്റെ ബെനിഫിറ്റും കിട്ടുമല്ലോ. എനിക്കാണെങ്കിൽ പനിയൊക്കെ ആയിരുന്നു ഒരാഴ്ചയായിട്ട്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. എൻ്റെ സ്ഥലം നിലമ്പൂരാണ്. നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മഴ കാരണം ഭയങ്കര പ്രശ്നമായിട്ട് ഇരിക്കുകയായിരുന്നു. അതാണ് പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാഞ്ഞത് കേട്ടോ. എൻ്റെ ACCA ജേണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോസിലൊക്കെ പറയുന്നത്. സോ നിങ്ങൾക്കും ഇത് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എല്ലാവർക്കും എല്ലാ പോയിന്റ്സും വർക്കൗട്ട് ആയിക്കോണമെന്നില്ലല്ലോ. സോ നിങ്ങൾക്ക് ഏതൊക്കെയാണ് പറ്റുന്നത്, ഏതൊക്കെയാണ് പറ്റാത്തതെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാം. അതിനൊക്കെ മുന്നേ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. നമ്മൾ 4000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം 4000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് എന്നെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നു. ഞാൻ ജസ്റ്റ് ഒരു ഫണ്ടിന് കുറച്ച് വീഡിയോസൊക്കെ ഇടാം, രസമല്ലേ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടാന്ന് പറഞ്ഞത്. ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. എന്നാലിപ്പോൾ 4000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന അത്യാവശ്യം എന്നെ സംബന്ധിച്ച് ഒരു വലിയ അച്ചീവ്മെന്റ് ആണത്. സോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ കുറേ കമന്റ്സ് ഒക്കെ കണ്ടു കേട്ടോ. ACCA പഠിക്കുന്നില്ല എന്നാലും എൻ്റെ വീഡിയോസ് കാണുന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അതിന് കമൻസ് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് നന്ദി. ഞാൻ വളരെ ഹാപ്പിയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുക, നിർത്തി പോകരുത്. ഓക്കെ, സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ ഈ ഒരു ചാനലിലൂടെ സ്റ്റഡി ടിപ്സും പിന്നെ ACCA റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എൻ്റെ ചെറിയ വ്ളോഗ്സും കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്യുക. കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കുക. ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കിയുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഇക്വേഷൻസും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകളൊക്കെ ഒരൊറ്റ ചെറിയ ബുക്കിൽ കിട്ടും. ഇത് നമുക്ക് റിവൈസ് ചെയ്യാനും അല്ലെങ്കിൽ എക്സാമിന് പോകുന്നതിൻ്റെ മുന്നെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് പേപ്പറിന് മുന്നേ ഒക്കെ ഇത് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയാൽ മതി. കാരണം ഈ പോയിന്റ്സ് കാണുമ്പോൾ തന്നെ ആ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് അറിയായിരിക്കുമല്ലോ. ഞാൻ എൻ്റെ F9 പേപ്പറിലൊക്കെ ഏറ്റവും കൂടുതൽ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്തത് എൻ്റെ ഈ ഷോർട്ട് നോട്ടാണ്. കാരണം നമ്മൾ ഈ ബുക്ക് ഫുള്ള് വായിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ടൈം എടുക്കുന്ന ഒരു സംഭവമാണല്ലോ. സോ ഈ ചെറിയ പോയിന്റ്സ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതിങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഇക്വേഷൻസ് നമുക്ക് കാണാപ്പാടാവും. ആ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരും ഇതിങ്ങനെ കാണുമ്പോൾ, അതിൻ്റെ ഹെഡിങ്സ് ഒക്കെ കാണുമ്പോൾ. സോ ഇതേപോലെ നിങ്ങളൊരു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇക്വേഷൻസും അതേപോലെ തന്നെ ആവശ്യമുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ എപ്പോഴും മിസ്റ്റേക്ക് വരുത്തുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ബുക്കിൽ എഴുതി വെക്കുക. ഇതേപോലെ എല്ലാ പേപ്പറിനും വേണമെന്നൊന്നും ഞാൻ പറയില്ല. അത്യാവശ്യം ഇക്വേഷൻസ് ഒക്കെ ഉള്ളത് F9, F7, F6 അതേപോലെ തന്നെ FA, MA ഈ ടൈപ്പ് പേപ്പേഴ്സിന് കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള പേപ്പേഴ്സിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഇക്വേഷൻ ബുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ ബാക്കിൽ തന്നെ സ്ഥലം ഉണ്ടെങ്കിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം, അങ്ങനെയും ചെയ്യാം. പക്ഷെ ഏറ്റവും കൺവീനിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ചെറിയ 40 രൂപയുടെ ഒരു നോട്ട് പാഡ് വാങ്ങുകയാണ് കേട്ടോ. സോ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വെയിറ്റേജ് നോക്കി പഠിക്കുക. എന്ന് പറഞ്ഞാൽ എല്ലാ ചാപ്റ്ററിൽ നിന്നും സെയിം മാർക്കിനല്ല ക്വസ്റ്റ്യൻസ് വരിക. ചില ചാപ്റ്ററിൽ നിന്ന് 10 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് വരും. സോ അത് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ്, ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ആദ്യമേ കണ്ടുപിടിക്കുക. അത് നിങ്ങളുടെ ഫാക്കൽറ്റീനോട് ചോദിച്ചാൽ അറിയാം. അല്ലാന്നുണ്ടെങ്കിൽ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം. നമ്മുടെ ഇത് പ്രയോറിറ്റി വൈസ് ഉള്ള വെയിറ്റേജ്, ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത് മാർക്ക് ചെയ്ത് വെക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്ര മാർക്ക് വരും എന്ന് ടെക്സ്റ്റിൻ്റെ മുന്നിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഏറ്റവും വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ചു തീർക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര ആ കാര്യങ്ങൾ തറവാക്കുക. കാരണം ആ ഒരു മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന മാർക്കാണ്. 12 മാർക്ക് ആ ചാപ്റ്ററിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിച്ചാൽ നമുക്ക് അതിന് 12 മാർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വെയിറ്റേജ് അനുസരിച്ചിട്ട് ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് വരിക. അല്ലാതെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. ആദ്യം തന്നെ വെയിറ്റേജ് കുറഞ്ഞ ഒരു 5-6 ചാപ്റ്റർ പഠിച്ചു, ബാക്കി നമുക്ക് ശരിക്കും പഠിക്കാൻ ടൈമില്ലെങ്കിൽ ഈ വെയിറ്റേജ് കുറഞ്ഞതിന് എന്തായാലും ഇപ്പോൾ കുറച്ച് 2-3 മാർക്കുള്ളതല്ലേ വരുള്ളൂ. അപ്പോൾ ബാക്കി അവിടെ വലിയ ടോപ്പിക്സ് വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കാൻ പെൻഡിങ് ആക്കി ഇട്ടാൽ നമുക്ക് ടെൻഷൻ ആവും.
സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനിത് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും. കാരണം ഒരു അത്യാവശ്യം പാസ് മാർക്കിനുള്ളത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിനെ പേടിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പാസ് മാർക്കിനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റേജ് നോക്കിയിട്ട് ഏറ്റവും നല്ല നല്ല ചാപ്റ്റേഴ്സ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടാവും. പിന്നെ സുഖമായിട്ടുള്ള ഒരേ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ടാക്സിൻ്റെ ഒക്കെ ഏത് പേപ്പർ ആണെങ്കിലും മിക്കവാറും ഒരേ ടൈപ്പാണ് അതിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ടോ. സോ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക, ആ ടോപ്പിക്സ് കണ്ടുപിടിക്കുക, അത് തറവായിട്ട് പഠിക്കുക. അത് പഠിച്ചതിന് ശേഷം മാത്രം വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സിലേക്ക് പോവാം. നമ്മുടെ തേർഡ് ടിപ്പ് എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻ്റ് ആവരുത്. ഇത് എല്ലാ സ്റ്റുഡൻസും ചെയ്യുന്ന ഒരു തെറ്റാണ് കേട്ടോ. നമ്മൾ കുറച്ചൊന്ന് പഠിച്ചു കഴിയുമ്പോൾ, അതായത് ജസ്റ്റ് നോട്ട്ബുക്ക് ഒന്ന് വായിക്കും, ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ ഒരു പ്രാവശ്യം നോട്ട്ബുക്ക് ഒന്ന് വായിക്കും, ആഹാ എല്ലാം മനസ്സിലായി, ഇനി നമുക്കൊന്നും പഠിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസം അങ്ങനെ ഇരിക്കും. കാരണം ഇത് വായിക്കാൻ എല്ലാവരും കൊണ്ടും പറ്റും, സംഭവം എളുപ്പമാണ് വായിക്കുമ്പോൾ. പക്ഷേ ഇതേ ആൾക്കാരോട് നമ്മളൊരു ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ പാനിക്കായി, ടെൻഷനായി, പിന്നെ ഡിപ്രഷനായി, പഠിക്കാൻ പറ്റാതായി, അങ്ങനെയൊക്കെ ഒരു ലെവലിലേക്ക് പോകും. ഇതിങ്ങനെ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ, അല്ലാതെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടല്ല, കുറേ പേരുണ്ട് അങ്ങനെ. ഒരു പ്രാവശ്യം നോട്ട്ബുക്ക് ഒന്ന് വായിക്കും. എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്, നമ്മൾ നോട്ട്ബുക്കൊക്കെ വായിച്ചു നോക്കുമ്പോൾ സംഭവം ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം നമ്മൾ ഇങ്ങനെ മാറ്റി വയ്ക്കാം, കോൺഫിഡൻസ് കൂടിയിട്ട് ലാസ്റ്റ് അത് പഠിക്കാൻ നേരത്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നേരത്ത് ഒരു ബ്രേക്ക് ഡൗൺ ആവാനുണ്ട്. അത് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതിനേക്കാളും നല്ലത് എപ്പോഴും ഒരു ഓവർ കോൺഫിഡൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. സോ ഒന്ന് നോട്ട്ബുക്ക് വായിക്കുക, കോൺഫിഡൻസ് തോന്നുന്നുണ്ടെങ്കിൽ 2 ചോദ്യം എടുത്ത് ചെയ്ത് നോക്കുക, അതവിടെ തീർന്നോളും. പിന്നെ നമ്മൾ അത്യാവശ്യം ചോദ്യങ്ങളൊക്കെ പഠിച്ച് അതിൽ നിന്നുള്ള ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ചെറിയ കോൺഫിഡൻസ് വന്നു തുടങ്ങും. അത് സേഫാണ്, നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ആവശ്യമുണ്ട്. നമ്മൾ പഠിച്ചിട്ട് കോൺഫിഡൻ്റ് ആവുന്നതും അല്ലാതെ പഠിക്കാതെ കോൺഫിഡൻ്റ് ആവുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഓവർ കോൺഫിഡൻസ് നല്ലതല്ല, നമ്മൾ ഫെയിലാവും, കയ്യിലുള്ള പൈസ ഒക്കെ പോകും. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക. 4ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കവർ ദി എൻറ്റയർ സിലബസ്. നമ്മൾ ഒരു കാര്യം വെറുതെ വിടരുത്, അതായത് ടച്ച് ചെയ്യാതെ ഒന്നും പോകരുത്. എല്ലാ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും പഠിച്ചിട്ടുണ്ടാവണം. എല്ലാതും നമ്മൾ തറവായിട്ട് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞല്ലോ, നമ്മൾ വെയിറ്റേജ് അനുസരിച്ചിട്ട് പഠിക്കണം എന്ന് പറഞ്ഞല്ലോ. സോ ഇങ്ങനെ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുക. വെയിറ്റേജ് ഉള്ള ടോപ്പിക്കുകൾക്ക് കുറച്ചും കൂടി പ്രഷർ കൊടുത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് പഠിക്കുക. വെയിറ്റേജ് കുറഞ്ഞ ടോപ്പിക്സ് വിടണം എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങളത് പഠിക്കണം. ഒരു പോയിന്റ് പോലും നമ്മുടെ സിലബസിലുള്ളത് വിടാൻ പാടില്ല, എല്ലാം പഠിക്കണം. പക്ഷെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതൊക്കെ കുറച്ച് ചെയ്താൽ മതി, നമുക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് ചെയ്താൽ മതി. സോ അതാണ് നമ്മുടെ 4ാമത്തെ പോയിന്റ്. ഇനി 5ാമത്തെ ടിപ്പ്, ഇത് ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, F9 ചെയ്തിരുന്നു, BTയിലും ചെയ്തിരുന്നു, എല്ലാ എക്സാമിലും ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഡെയിലി രാവിലെ ഒരു 20 ചോദ്യവും രാത്രി ഒരു 10 ചോദ്യവും ചെയ്യും. ഇതിങ്ങനെ ചെയ്തു പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാപ്റ്റർ കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. കാരണം നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ചോദ്യം ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഡെയിലി രാവിലെ എണീച്ചിട്ട് ഒരു 20 ചോദ്യവും രാത്രി ഒരു 10-20 ചോദ്യം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത്ര ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് എടുത്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ നിങ്ങൾ റെഡിയാവും. നോളജ് ലെവലൊക്കെ എങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പേപ്പേഴ്സ് തീർക്കാൻ പറ്റും. കാരണം ആ ഒരു സ്റ്റഡി ലീവിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ചേരുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇതിനെ പോകാൻ പറ്റുള്ളൂ. ഞാൻ പേപ്പർ വൈസ് പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് കേട്ടോ പറഞ്ഞത്. ഞങ്ങൾ പേപ്പർ വൈസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ എക്സാം എഴുതി, അപ്പോൾ ബാക്കിയുള്ള ഒരു സ്റ്റഡി ലീവിന് വേണ്ടി 1-2 മാസം എടുക്കുമ്പോൾ നമുക്ക് ആ 2 മാസം കൊണ്ട് അടുത്ത പേപ്പർ എഴുതാം. സോ അത് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. രാവിലെയും രാത്രിയും ഇതേപോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല, ഇത് ഞാൻ എൻ്റെ മറ്റേ ഫസ്റ്റ് പാർട്ടിലും പറഞ്ഞതാണ്, പക്ഷേ ഒന്നുകൂടി പറയാം. കാരണം അത് കാണാതെ ഇത് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവുമല്ലോ. ക്വസ്റ്റ്യൻസ് ആദ്യം ഒന്നും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല. ഒരു 10 എണ്ണമൊക്കെ ചെയ്ത് ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു 5-6 എണ്ണമൊക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ബാക്കി എണ്ണം കറക്റ്റായിട്ട് വരിക. അതങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, പഠിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. സോ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാം ഞാൻ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ട് എന്ന് തോന്നിയാൽ മാത്രം അതുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാട്ടോ. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.